കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന അവസ്ഥയാണ് LDF സർക്കാർ സൃഷ്ടിച്ചതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഗുരുവായൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയ സംസ്ഥാനത്ത് ആകെ പ്രവർത്തിച്ചിരുന്നത് 13 ബാറുകൾ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിൽ 932 ബാറുകളും 1000-ലധികം ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് എത്തിച്ചേരുന്ന സംസ്ഥാനം കേരളമാണെന്ന് ലോക്സഭയിലെ തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ വിവരം ശ്രീകണ്ഠൻ വെളിപ്പെടുത്തി. ഗുജറാത്ത് കടലെടുക്ക് വഴി മയക്കുമരുന്ന് കേരള തീരത്തെത്തുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നതെന്നും ഇതിന് തടയിടാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ ഈ സർക്കാർ തകർത്തെറിഞ്ഞു. കാർഷിക മലയോര മേഖല തകർന്നു. വീട്ടുനികുതിയും കെട്ടിട നികുതിയും 300 മുതൽ 400% വരെ വർദ്ധിപ്പിച്ചു. വൈദ്യുതി നിരക്ക് നിരവധി തവണ വർദ്ധിപ്പിച്ചു. കേരള ജനത്തെ തകർക്കാൻ പുതിയ മദ്യം തന്നെ ഇറക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻമന്ത്രി PKK ബാവ, ജോസഫ് ടാജറ്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, നൌഫൽ തങ്ങൾ, CA മുഹമ്മദ് റഷീദ്, ജലീൽ വലിയകത്ത്, ഗോപപ്രതാപൻ, RP ബഷീർ, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. 100 കണക്കിന് പേർ പങ്കെടുത്ത സദസ്സിനെ സ്ഥാനാർത്ഥി CH റഷീദ് സംബോധന ചെയ്ത് സംസാരിച്ചു. UDFന്റെ വിജയം സുനിശ്ചിതമാണെന്ന് റഷീദ് പറഞ്ഞു.